കൈപ്പക്കയും തക്കാളിയൊക്കെ ചേർത്തൊരു പുളിങ്കറി ഉണ്ടാക്കിയാലോ. പുളിയല്ല ഒഴിക്കുന്നത്, മോരാണേ. മോരൊഴിച്ച് വെക്കുന്നത് നമ്മൾ പുളിങ്കറി എന്ന് പറയുക. അപ്പോൾ കൈപ്പക്കയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്തു പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കുക. പിന്നെ അതിനകത്ത് അരപ്പിനായി തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി അരക്കുക. ഞാൻ പുറത്തെ അടുപ്പത്താണ് വെച്ചത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്തു. അതിനകത്തേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തു. ഇതിൻ്റെ മുകളിൽ ഷീറ്റ് വലിച്ചു കെട്ടിക്കൊണ്ടാണ് കറീൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ റെസിപ്പി വീഡിയോ ചെയ്യുമ്പോൾ ഇതുപോലെ പുറത്തെടുപ്പ് വെച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലായി. കളർ നോക്കിയേ, ഒരു വല്ലാത്ത കളർ അല്ലേ. അപ്പോൾ അരപ്പൊക്കെ ഒഴിച്ച് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷമാണ് മോരൊഴിക്കുന്നത്. മോരോ തൈരോ ഒന്നേച്ച് ഒഴിക്കുക. മോരൊഴിക്കുകയാണെങ്കിൽ തിളക്കാം. തൈര് ഒഴിച്ചു കൊടുത്തത്. പിന്നെ അതിനകത്ത് ഉപ്പും കൂടെ ചേർത്തു. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വാങ്ങി വെച്ചു. പിന്നെ വറവിനായി കടുക്, ഉണക്കമുളക്, കറിവേപ്പിലൊക്കെ ചേർത്തു. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല അടിപൊളി ഒരു കറി റെഡി ആയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടൊരു കറിയാണേ. ഈ കറി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. താങ്ക് യു.